5 വർഷം കഴിഞ്ഞ വണ്ടിയുടെ ടാക്സ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് എം പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ ഓൺലൈൻ സർവീസ് എന്നുണ്ട്, അവിടെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുക, വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, രജിസ്ട്രേഷൻ അതോറിറ്റി ഉണ്ട്. നിങ്ങൾ വെഹിക്കിൾ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. അതിപ്പം കാറാണേലും ബൈക്കാണേലും. അതിനുശേഷം തൊട്ട് താഴെ അക്സെപ്റ്റ് ടു ഹാവ് റീഡ് ദ പ്രൈവസി പോളിസി എന്നുണ്ട്. അതിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഒരു ഫോമിൽ നിങ്ങൾ വീണ്ടും പ്രൊസീഡ് കൊടുക്കണം. അത് കുറച്ച് ഡീറ്റെയിൽസും ഇൻഫർമേഷനാണ്. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം തൊട്ട് മുകളിലായിട്ട് പേ യുവർ ടാക്സ് എന്നുണ്ട്. 15 കൊല്ലം കഴിഞ്ഞ വണ്ടിക്കാണ് ഈ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പം അടുത്ത് വന്ന ഒരു ഓപ്ഷനിൽ നിങ്ങളുടെ ചേസിസ് നമ്പറിൻ്റെ 5 അക്ക നമ്പർ, അവസാനത്തെ 5 അക്ക നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് വെരിഫൈഡ് ആയിട്ടുണ്ട്. വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വണ്ടിക്ക് എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് കാണാൻ പറ്റും. കാറുകൾക്ക് ഗ്രീൻ ടാക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലംസം 5 years ആണ് നമ്മൾ 15 കൊല്ലം കഴിഞ്ഞ വണ്ടിക്ക് അടയ്ക്കേണ്ടത്. അത് ടിക്ക് മാർക്ക് കൊടുക്കുക. തൊട്ട് താഴെ ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും സെലക്ട് ചെയ്ത് ലംസം 5 year കൊടുക്കുക. അപ്പോൾ ടോട്ടൽ നമ്മൾ അടയ്ക്കേണ്ടത് നോർമൽ 5 വർഷത്തെ ടാക്സ് 6400-ഉം ഗ്രീൻ ടാക്സിന് 600 രൂപയാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 30 2024. ഇപ്പോഴത്തെ റേറ്റാണ് ഈ പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടോട്ടൽ അടയ്ക്കേണ്ട പേയ്മെൻറ്റ് കാണിക്കും. അവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ഹിയർഡ് ബൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് മാർക്ക് കൊടുത്ത് കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുക. കൺഫേം പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം അടുത്തൊരു പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾ ടോട്ടൽ എമൗണ്ട് കാണാൻ സാധിക്കും, 7128. അവിടെ ഈ ട്രഷറി സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ഒരു ബോക്സ് ഉണ്ട്, ആ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷനാണ്. ഇവിടെ ഒരുപാട് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ ഉണ്ട്. ഞാനത് സെലക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അത് ചെയ്യുക. തൊട്ട് താഴെ പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 ഉണ്ട്, ഞാൻ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കുക. UPI ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇങ്ങനൊരു GRN ജനറേറ്റർ ആവും. നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. റെഫറൻസ് നമ്പറാണ്, GRN നമ്പറാണ് ഈ കാണിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് 7128. അവിടെ മാസ്റ്റർ കാർഡ്, വിസ കാർഡ്, റുപ്പേ ഇത് വെച്ച് നമുക്ക് ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം. UPI പേയ്മെൻറ്റാണ് ചെയ്യുന്നത്. അത് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ്നെറ്റിലെ UPI ID എൻ്റർ ചെയ്താണ് ഞാൻ ഈ ഒരു സർവീസ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ബ്ലാക്ക് ആയിട്ട് കാണുന്നത് ഫെഡ്നെറ്റ് ഓൺ ആയതുകൊണ്ടാണ്, അത് പ്രൈവസി ഉള്ളതുകൊണ്ടാണ് അത് കാണാത്തത്. അപ്പം ഞാൻ ഈ ആപ്പിൽ കയറിയിട്ട് UPI ID കോപ്പി ചെയ്തു. ലാസ്റ്റ് കാണുന്ന അതേഴ്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം അവിടെ നേരത്തെ കോപ്പി ചെയ്ത ഫെഡറൽ ബാങ്കിൻ്റെ UPI ID അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്തു. ഇപ്പോൾ എൻ്റെ പേര് വന്നിട്ടുണ്ട്. അതിനുശേഷം 7128 രൂപയുടെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ഈ ട്രാൻസാക്ഷൻ ഞാൻ ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ വന്ന SMS ഉണ്ട്, അതിലൊരു നോട്ടിഫിക്കേഷൻ വരും. അതുവഴിയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കാരണം ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ്. ഞാനിപ്പം പേയ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ പേയ്മെൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതാണ് ടാക്സ് റെസിപ്റ്റിൻ്റെ, നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ PDF ആയിട്ട് ഫോണിൽ സേവ് ചെയ്ത് വെക്കാം. ഈ കോപ്പി നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ ഉറപ്പായിട്ടും കൊണ്ടുപോകണം. സേവ് PDF ആയിട്ട് ഞാൻ എടുത്തു. ഇത് നിങ്ങൾക്ക് കഫേയിൽ പോയി പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അടുത്തത് റിന്യൂവൽ ഫീസാണ്. അതും ഞാൻ ഒരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.